ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് പന്തീരങ്കാവ് കഴിഞ്ഞ് കുറച്ച് പുറത്തുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകേണ്ടത് പുതിയ വീഡിയോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോവാം. നമുക്ക് മുന്നോട്ട് അങ്ങോട്ടും പോയി നോക്കാം അവിടെയൊക്കെ എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണേണ്ടത് മാമ്പുഴ പാലാണ്. അതിൻ്റെ പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പഴയ റോഡ് ഇവിടെ തന്നെ ഉണ്ട്. അത് ഒരു പാലാക്കി ഉപയോഗിക്കുമെന്ന് തോന്നുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ കാണേണ്ടത്. ഇതാ കണ്ടില്ലേ, നമ്മൾ ഡെക്കാത്തിലോൺ അതിൻ്റെ അടുത്താണ് ഇത്. ഇവിടെയൊക്കെ ഇനി മണ്ണിട്ട് പൊക്കണ പണിയാണ് ഇവിടെ നടക്കാനുള്ളത്. അതൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ പാലത്തിൻ്റെ പണി കഴിഞ്ഞിരിക്കണു. ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ കാണേണ്ട കാഴ്ച, ഇവിടെ ഒരു ഓവർപാസ് ഉണ്ടാക്കുന്നുണ്ട് പുതിയതായിട്ട്. ഈ കുടത്തുപാറ ഇരിങ്ങല്ലൂർ പോകുന്ന എന്ന പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു അമ്പലത്തിൻ്റെയൊക്കെ മുന്നിലായിട്ടുള്ള ഒരു ഓവർപാസ് ഉണ്ട്. അതിൻ്റെ വർക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ചെറുതായിട്ടൊക്കെ ആയിട്ടുള്ളൂ, പണി പകുതി ആയിട്ടുള്ളൂ. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഓവർപാസ്. ഇവിടെ കുറച്ച് താഴ്ന്ന് പോകുന്നതായിരിക്കും തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ മണ്ണെടുത്ത് പോകാനുള്ളതാണ്. ഇതാണ് കാണേണ്ട ഈ ഇവിടുത്തെ കാഴ്ച. ഇപ്പോൾ പഴയ റോഡാണ് ഈ കാണേണ്ടത്. നല്ല കട്ടിയിലാണ്. പണ്ടൊക്കെ ടാർ ചെയ്ത് കണ്ട് കാണാമല്ലോ ആ ഭാഗത്ത്. അത് ഇനി ഇതിൻ്റെ മുകളിലൂടെ കരഞ്ഞ് റോഡ് പോവുക. അതിനുള്ള ഇവിടെ ഓവർപാസിനുള്ള പണി പകുതി ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതാണിപ്പോൾ ഇവിടുത്തെ കാഴ്ച. ഇതാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ബോർഡൊക്കെ കണ്ടില്ലേ, അങ്ങോട്ട് പോകാനുള്ളത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു വഴിയുണ്ട് ക്ഷേത്രത്തിലേക്ക് വേറെ. അപ്പോൾ ഇവിടുന്ന് ഇനി മുന്നോട്ടുള്ള പോയി നോക്കാം എന്താണെന്ന്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്, ഇപ്പുറത്തുള്ള കാഴ്ച. ഇങ്ങനെയാണ് ഇവിടുത്തെ റോഡ് വർക്ക്. നമുക്ക് പോയി നോക്കാം മുന്നോട്ട്. ഇനി ഹൈലൈറ്റ് മാളിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴുള്ള കാഴ്ച ഇതാണ്. റോട്ടിലൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു കുറച്ച് ഭാഗത്ത് ടാറിങ് നടക്കുന്നത് കാണാം. ടാറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരോടും വീണ്ടും പറയുകയാണ്, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെയൊക്കെ വന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ടാവും, അടിപൊളി സീനറിയാണ് ഇവിടെ കാണുന്നത്. വർക്ക് ഒരു സൈഡിൽ കഴിഞ്ഞ് അതിലൂടെയാണ് വണ്ടി ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇടത്ത് സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അതിൽ അറിയിക്കുക. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴുള്ള കാഴ്ച ഇതാണ്. പാറ പൊട്ടിക്കണ കണ്ടില്ലേ, പാറ പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ വലിയൊരു പാറ ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ചെടുത്ത് ഇത് ഇവിടെയൊക്കെ വർക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഹൈലൈറ്റ് മാളിൻ്റെ അടുത്താണ് ഇപ്പോൾ എത്താറായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ നടന്നത് കാണാം. ഇവിടുത്തെ വയഡക്റ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വർക്കൊക്കെയാണ് ഇവിടെ നടക്കാനുള്ളത്. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. നല്ല നീളത്തിൽ വയഡക്റ്റിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, അടിപൊളിയായിട്ട് വർക്കൊക്കെ കഴിഞ്ഞു. ഒരു സൈഡിൽ കൂടെയാണ് വണ്ടിയൊക്കെ പോകുന്നത്. ഇതൊക്കെ ഇതിൽ വന്ന് സ്ഥിരം പോകുന്ന ആൾക്കാരൊക്കെ ഒന്നും വലിയ പുതുമ ഉണ്ടാവില്ല.
ഇതിപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറയുകയാണ് കാണാത്തവർക്ക് കാണാൻ വേണ്ടി. അപ്പോൾ അതിന് ഒന്നും കമൻറ്റിൽ എഴുതരുത്, മുന്നോട്ട് പോവുക. അപ്പോൾ അവിടെ നിന്ന് പോരുമ്പോൾ ഈ പാലത്തിൻ്റെ അടിയിലൊന്ന് കയറി നോക്കിയതാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള പാലാണ് നമ്മളെ നാട്ടിലൊക്കെ വരണമെന്ന് പറഞ്ഞിരുന്നത്. അത് വന്നില്ല. മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് ടൗണുകളുണ്ട്, അങ്ങാടികളുണ്ട്. അവിടെ നിന്ന് ഇങ്ങനത്തെ പാലങ്ങൾ, വയഡക്റ്റുകൾ വരണം എന്നുള്ള ആളുകൾ ഇങ്ങനെ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ വന്നിട്ടില്ല. അവിടെയൊക്കെ മണ്ണിട്ട് പൊക്കിയ ഒരു രീതിയിലാണ് അവിടുത്തെ പണിയൊക്കെ നടന്നിട്ടുണ്ട്. ഏതായാലും വന്നത് വന്നു, ഇനിയിപ്പോൾ അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് നമ്മളുള്ളതിന്മേൽ പൊരുത്തപ്പെടുക, അതാണ്. ഇവിടുത്തെ കാഴ്ച കണ്ടില്ലേ, ഒരു 1/2 കിലോമീറ്ററോളം ഇവിടുത്തെ ഈ പാലമുണ്ട്, 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ. അപ്പോൾ ഇവിടെയൊക്കെ ഇനി ഇതിൻ്റെ അടിയിൽ എന്തൊക്കെ സ്ഥാപനങ്ങളൊക്കെ വരാം, അതേപോലെ പാർക്ക്, അതേപോലെ ജിമ്മൊക്കെ കൊണ്ടുവരുന്നൊക്കെ പറയുന്നത് കേട്ടിന്. അപ്പോൾ അതൊക്കെ വന്നാൽ നന്നാവും. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അവിടെയൊക്കെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്, പോയി നോക്കാം. കുറച്ച് മുന്നോട്ട് കൂടെ വന്ന് നോക്കുമ്പോൾ കാണേണ്ട കാഴ്ച അതാണ്. ഇവിടെ നിന്ന് വലിയ വർക്കൊന്നും കാണുന്നില്ല. ഇതാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ മുന്നിൽ. എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അത്ര അറിയില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് ആണ്ട് കടകളുടെ ബോർഡൊക്കെ നോക്കിയിട്ട് കയറി എന്തെങ്കിലുമൊക്കെ പേരുകളൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. ഇവിടെ എന്തോ കുറച്ച് ബീമുകൾ ഉണ്ടാക്കി വെച്ച് കാണാം ഈ സ്ഥലത്ത്, ഈ തൊടുവിൽ. ഇവിടെ കുറച്ച് ഭാഗത്ത് ഇതുപോലെയുള്ള വാള് കെട്ടിയിട്ടുണ്ട് റോഡ് സൈഡിൽ. അതും മുഴുവനായിട്ടില്ല. നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാണേണ്ട കാഴ്ചയാണ് ഇതാണ്. ഇവിടുത്തെ സൈഡ് വാളിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കോൺക്രീറ്റിൻ്റെ വാളാണ് തോന്നുന്നത്. അതിനുള്ള സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളിനുള്ള സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ. വളരെ ചെറിയൊരു അണ്ടർപാസ് ഇവിടെ ഉണ്ട്. വളരെ ഹൈറ്റ് കുറവാണത്. ഹൈറ്റ് കുറവാണ്, വലിപ്പം കുറവാണ്. കാണാലോ, അങ്ങനത്തെ ഒരു അണ്ടർപാസ്സാണ് ഇവിടെ ഉള്ളത്. എന്താ സംഭവം അറിയില്ല. വളരെ ചെറിയൊരു അണ്ടർപാസ്. ഒരു വലിയ ലോറിക്കൊന്നും പോകാൻ പറ്റും തോന്നുന്നില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ. വലിയ ഹൈറ്റുള്ള ലോറികളൊന്നും ഇതിൽ കടന്നു പോകാൻ പറ്റും തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് ഇവിടെ. പക്ഷേ ഇതിനൊന്നും അത്ര ഒരു ക്വാളിറ്റി കാണുന്നില്ല. ഇതിൻ്റെ ഈ ഇതൊന്നും കണ്ടില്ലേ, വർക്കൊക്കെ വളരെ ഒരു നേക്കായി തോന്നണില്ല, ഫിനിഷിങ് തോന്നണില്ല. അപ്പോൾ നമുക്ക് ഇവിടെ അതിന് നേരെ മുന്നിൽ ഒരു ടർഫൊക്കെ ഉണ്ട്. കുറച്ചും കൂടി മുന്നിലുള്ള കാഴ്ചകളെന്താ പോയി നോക്കാം. അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോരുമ്പോൾ കണ്ടില്ലേ, ഫുള്ളായിട്ട് പണി കഴിഞ്ഞേക്കണേ. പക്ഷേ ഇവിടെ സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കൊന്നും കാണുന്നില്ല. വണ്ടി ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാട്ടോ അങ്ങനെ നിർത്തിയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. നല്ല റിസ്ക്കൊക്കെ എടുത്തിട്ടല്ലേ വീഡിയോ ചെയ്യേണ്ടത്. പ്ലീസ് എല്ലാവരും കാണുക. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ കാഴ്ച ഇതാണ്. ഇപ്പം നമ്മൾ തൊണ്ടയാട് എത്താറായിട്ടുണ്ട്. തൊണ്ടയാട് പാലാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട്. ആ പാലത്ത്, പഴയ പാലത്ത് കൂടെയാണ് വണ്ടി പോകുന്നത്. നമുക്ക് പാലത്തിൻ്റെ ആ അപ്പുറത്തേക്കൊക്കെ പോയി നോക്കാം. അവിടെയുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ഈ പാലത്തിൻ്റെ സൈഡിൽ വേറൊരു പാലം വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വണ്ടികളൊക്കെ കടന്നു പോകേണ്ടത് കാണാം. ഞാൻ പറയുന്നതൊന്നും അത്ര സീരിയസ് ആക്കി എടുക്കണ്ട. പല തെറ്റുകളും പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ കാഴ്ചകൾ കണ്ടോളി. അതേപോലെ നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻറ്റിൽ എഴുതുക. അപ്പോൾ ഫാൾട്ട്
തെറ്റുകൾ പലതുണ്ടാവും പറയുന്ന കാര്യത്തിൽ, പഠിച്ചു വരുന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ചാനൽ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പുതുതായിട്ട് ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അത്രേ പറയാനുള്ളൂ. നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ പിന്നെ അധികം ഞാൻ വീഡിയോ ഇനി 10 മണിക്കാണ് ഞാൻ ചെയ്യൽ. 10 മണിക്കായിരിക്കും അധികം വീഡിയോ ഞാൻ ഇടുക. അപ്പോൾ ഈ പുതിയ വീഡിയോകളൊക്കെ വരുമ്പോൾ 10 മണിക്കായിരിക്കും വരിക. അപ്പോൾ അത് കാണാത്തവർ ആ സമയത്തൊന്ന് പോയി കയറി ഒന്ന് നോക്കുക. കുറച്ച് ഭാഗ്യങ്ങളൊക്കെ ഒന്ന് കാണി, സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും എടുക്കാനായിട്ട് ഇവിടേക്കൊക്കെ വന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ വീഡിയോ തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഇതിൽ ഒന്നുകൂടെ വീഡിയോ ചെയ്യാൻ നോക്കിയതാണ്. അത്ര റിസ്ക് ആയിട്ടാണ് ഇവിടേക്കൊക്കെ വരേണ്ടത്. ഭയങ്കര ചിലവാക്കല്ലേ ഇങ്ങോട്ടൊക്കെ വന്ന് വീഡിയോ എടുക്കാൻ. പക്ഷേ അപ്പോൾ വേറെ ചാനലൊക്കെ വന്ന് എടുക്കണില്ലേ നിങ്ങൾ പറയും. പക്ഷേ അവർക്കൊക്കെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനമൊക്കെ ഉണ്ടാവും. നമുക്ക് വരുമാനമൊന്നും ആയിട്ടില്ലല്ലോ. അതിനൊക്കെ കുറേ കടമ്പകൾ കടക്കാണ്ട്, അതിനൊക്കെ സമയമെടുക്കും. അപ്പോൾ അതുവരെയൊക്കെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടായാൽ ഇനിയും മുന്നോട്ടുള്ള യാത്രകൾ തുടരാം. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് 2-3 വീഡിയോകളൊക്കെ നോക്കുമ്പോൾ വളരെ കുറവാണ് റീച്ച്, വളരെ വ്യൂവേഴ്സ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കാണുന്നവർ എല്ലാവരും കാണണം. അപ്പോൾ നമ്മൾ പന്തീരങ്കാവിൽ നിന്ന് തുടങ്ങിയതാണ്. എവിടെ എത്തിയെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. നോക്കട്ടെ ജംഗ്ഷനിൽ ഇവിടെ എത്തിയതിൻ്റെ ശേഷം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ എത്തിക്കേണ്ട ചേവരമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാരണം എനിക്ക് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. പക്ഷേ ഞാൻ മാപ്പ് നോക്കിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ ബോർഡൊന്നും നോക്കാൻ പഴയ പോലെ ബോർഡൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ബോർഡൊക്കെ പൊളിച്ചു പോയി. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ സൈഡിൽ കട്ട വെച്ച് പൊക്കി കാണാം. നമ്മളവിടുത്തൊക്കെ പോലെ തന്നെ വർക്ക് ചെയ്യാനാണ്, മലപ്പുറം ജില്ലയിൽ അതേപോലത്തെ വർക്ക് ചെയ്യാനാണ് ഇവിടെയൊക്കെ നടക്കേണ്ടത്. മാറ്റങ്ങളൊന്നുമില്ല, അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു 10 മണിക്ക് കാരണം ഇനിയൊക്കെ വീഡിയോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ആ സമയത്ത് വീഡിയോ ഒക്കെ ഒന്ന് കയറി കാണുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇവിടെ ഒരു ചെറിയ JCB ഉള്ളോ, ഇത്ര ചെറിയ JCB ഒക്കെ പണിക്ക് ഇപ്പോഴുണ്ട്. ആ ഭാഗത്തൊക്കെ വലിയ JCB ഉപയോഗിച്ച് കണ്ടാണ്, അല്ല ഇതേപോലുള്ള മണ്ണ് നീക്കേണ്ട മെഷീനൊക്കെ ഉപയോഗിച്ച് കണ്ടാണ് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ വണ്ടി ഉപയോഗിച്ച് കണ്ട. അപ്പോൾ കട്ട വെച്ച് പടുക്കുന്ന വർക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക്. ലോറിയിൽ കട്ടൊക്കെ ഇങ്ങനെ കൊടുന്ന് ഇറക്കുന്നുണ്ട്. ഇതാ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനാണ് കുറച്ച് മുന്നിൽ. അവിടെ എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ച ഇതാണ്. കുറച്ച് മുന്നൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടു. കാരണം അവിടെ നിന്ന് വണ്ടി നിർത്താനുള്ള ഒരു സ്പേസ് ഇല്ലായിരുന്നു. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു റോട്ടിൽ. അപ്പോൾ മലാപ്പറമ്പ് ഭാഗത്താണിപ്പോൾ ഇത്. നല്ല അടിപൊളിയായിട്ട് ഇവിടെ റോഡ് വർക്ക് നടന്നിട്ടുണ്ട്. 2 സൈഡിൽ കൂടെ വണ്ടി പോകുന്നത് കാണാം നിങ്ങൾക്ക്. ഇവിടെ ഈ സെൻറ്ററിലെ ബാരിക്കേഡിൻ്റെ വർക്ക് മാത്രമേ ഇനി നടക്കാത്തുള്ളൂ. അതിനുള്ള എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ബാക്കിയുള്ള ഭാഗത്തുകൂടെയൊക്കെ വണ്ടി 2 സൈഡിലൂടെ പോകുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോവും. പിന്നെ ഈ വീഡിയോ സ്റ്റോപ്പാക്കും. പിന്നെ പുതിയ വീഡിയോയിലേക്ക് വരാം. ബാക്കിയുള്ള കാഴ്ചകൾ കണ്ടില്ലേ, ലോറിയും എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ നിരന്ന് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണേണ്ട കാഴ്ച ഇതാണ്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഓവർപാസ് ഉണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ഒരു സൈഡിലുള്ള വർക്ക് കഴിഞ്ഞിരിക്കണ്. ഇനി ഒരു സൈഡിലേക്കുള്ള വർക്കിന് വേണ്ടിയുള്ള
മണ്ണൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കഴിഞ്ഞത് നമുക്ക് കാണാം. കണ്ടില്ലേ, ഇതാ ഫുള്ള് നല്ല വീതിയുള്ള വലിയ എന്തോ ഒരു കട്ട ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ മലപ്പുറം കോട്ടക്കൽ ഭാഗത്തൊക്കെ പറഞ്ഞാൽ ചെറിയ ഒരു കട്ടയാണ്. ഇവിടുത്തെ റോഡ് പണി നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കണം. ഈ സൈഡിലുള്ളത് ഇവിടെ നോക്കുമ്പോൾ നല്ല മഞ്ഞ കളറ് മണ്ണാണ് ഇടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മേലെ ഒരു ചെറിയ റോഡുണ്ട്, അതിൽ കൂടി വണ്ടി പോകുന്നുണ്ട്. അത് സർവീസ് റോഡായിരിക്കും. അപ്പോൾ ഇവിടെ 2 സൈഡിലൂടെയാണ് ഇവിടുത്തെ വാഹനങ്ങൾ പോകേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോവാം. എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന് അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ പാലത്തിൻ്റെ അടിഭാഗം കണ്ടില്ലേ, ഇതുപോലൊരു രീതിയിലാണ് ഇവിടുത്തെ അടിഭാഗമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊരു വേറൊരു രീതിയിലാണ് ഇവിടുത്തെ തൂണൊക്കെ വെച്ച് വേറൊരു ടൈപ്പിലാണ് ഇവിടുത്തെ വർക്ക് നടന്നിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് ഇങ്ങനെ ഒരു രീതിയിലല്ല വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ എന്താ അറിയില്ല, ഓരോ ഏരിയയിൽ ഓരോ കമ്പനിയല്ലേ. അപ്പോൾ ആ കമ്പനി മാറുമ്പോൾ വർക്കിനും പല ഡിസൈനിങ്ങിലൊക്കെ മാറ്റം ഉണ്ടാവും. നല്ല വെയിലാട്ടാ, അതുകൊണ്ട് ഓടി നടന്നെടുക്കാൻ വയ്യ. ഇവിടെ എന്തോ ഒരു മെഷീന് അവിടെ കാണുന്നത്. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെയൊക്കെ 2 സൈഡിലും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞ് വണ്ടി സാധാരണ പോലെ റോഡിലൂടെ പോകുന്ന പോലെയാണ് ഇവിടെയൊക്കെ വണ്ടി പോകുന്നത്. ഇവിടെ എന്തൊക്കെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കോട്ട് ടാറിങ്ങും കൂടെ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, പെയിൻറ്റിങ്, ലൈറ്റ് വെക്കാൻ, അത്രയൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ വലിയ റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ല, ചിലർക്കൊക്കെ അറിയാൻ കേട്ടാൽ. അതുപോലൊരു സൗണ്ടൊക്കെ ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ കേൾക്കുന്നുണ്ട്. നല്ല സ്പീഡിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കുറച്ചും കൂടെ വരുമ്പോൾ ഇവിടെ ഒരു കുറച്ച് ഭാഗത്ത് മാത്രം വർക്ക് എന്തോ ഒരു കുറച്ച് ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല. പക്ഷെ മറ്റേ സൈഡിൽ കഴിഞ്ഞേക്കണേ. അത് ചില ഭാഗത്ത് ഇങ്ങനെ ഒരു കുറച്ച് കട്ടാക്കി വെച്ച പോലെയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത്. അത് കുറച്ച് റിസ്ക് ഉള്ള ഭാഗത്തും അതേപോലെ റോഡ് തിരിച്ചു വിടാനുള്ള കാരണത്താലൊക്കെ ആയിരിക്കാം ഇങ്ങനെ ചില ഭാഗത്തൊക്കെ കുറച്ച് കട്ടാക്കി പോയത്. അതേപോലെ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വർക്കാണ് ഇവിടെ കാണേണ്ടത്. അണ്ടർപാസ് ഉണ്ട്, അതാണ്. ഇതൊരു ചെറിയ അണ്ടർപാസ്സാണ്. ഈ സ്ഥലത്തിൻ്റെ പേരിപ്പോൾ എന്താ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ചെറിയ അണ്ടർപാസ് അല്ല, വലുതേനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് സോറി. കാരണം ഞാൻ ഇവിടുന്ന് കണ്ടപ്പോൾ ഫസ്റ്റ് വിചാരിച്ച ഒരു ചെറിയ അണ്ടർപാസ്സാണെന്ന്. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഭാഗമുണ്ട്. അപ്പോൾ 2 സൈഡിലും കൂടെ ആകുമ്പോൾ വലിയതേനാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് എന്താ പറഞ്ഞാൽ മാളിക്കടവാണ്. മാളിക്കടവ് ഭാഗത്താണ് ഈ വരുന്ന അണ്ടർപാസ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത അല്ല എന്താ, നമുക്ക് അവിടുത്തെ ഒരു വ്യത്യസ്തത കാണുന്ന എന്താ പറയുക, ഇവിടുത്തെ കമ്പിയൊക്കെ ഒരു സാധാ നമ്മളെ കമ്പിയാണ്. നമ്മളെ ഭാഗത്തൊക്കെ കാണുന്ന കമ്പി പറഞ്ഞാൽ ഒരു പച്ച കമ്പിയാണ്. KNRCൻ്റെ കമ്പനി നടത്തുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഒരു സൈഡ് ഇതാണ്, അതിൻ്റെ മറു സൈഡാണ് ആ കാണുന്നത്. അപ്പുറത്ത് വർക്ക് കുറച്ച് ഭാഗം കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ വെള്ളം നനക്കണ വണ്ടിയാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ കമ്പി. ഇങ്ങനത്തെ ഒരു കമ്പി ആയിട്ടാണ് ഇവിടുത്തെ വർക്കൊക്കെ നടക്കേണ്ടത്. നമ്മളെ ഭാഗത്തൊക്കെ ഒരു പച്ച കമ്പിയാണ്. അതവിടെ നനച്ച് കൊടുക്കുന്നത് കാണാം നമുക്ക്. അടിഭാഗത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് വലിയ കനത്തിൽ കോൺക്രീറ്റ് നടത്തിയിരിക്കുന്നത് കാണാം. ഇതിൻ്റെ പഴയ റോഡിൽ നിന്ന് കുറച്ച് താഴ്ന്നാണ് ഇവിടുത്തെ ഇനിയുള്ള ഈ അണ്ടർപാസ് കടന്നു പോവുക. അപ്പോൾ അതിന് ഇനി ഇവിടുത്തെ മണ്ണൊക്കെ നീക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ഇതാണിപ്പോൾ ഇവിടുത്തെ ഈ ഭാഗത്തുള്ള മാളിക്കടവ് ഭാഗത്തുള്ള കാഴ്ച. അപ്പോൾ
ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻ്റ് അറിയിക്കുക, കമൻറ്റിലൂടെ നിങ്ങളെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ എല്ലാവരും കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.